अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीक लहु वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बादु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिनस सिरातल मुस्तकीम صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين। अल्लाह ताला के फजल से जमात अहमदिया ऑस्ट्रेलिया का जलसा सालाना शुरू हो रहा है। അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹമ്മദിയ ജമാഅത്ത് ഓസ്ട്രേലിയയുടെ വാർഷിക ജൽസ ഇന്ന് തുടങ്ങുകയാണ്. ഇവിടെ നടക്കുന്ന ജൽസയിൽ പങ്കെടുക്കാൻ ഏകദേശം 7 വർഷത്തിനു ശേഷമാണ് എനിക്ക് തൗഫീക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ജൽസ സാലാനയുടെ സമാരംഭം കുറിച്ചത് ഇന്നേക്ക് 123 വർഷം മുമ്പ് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആണ്. ഇന്നേക്ക് 123 വർഷം മുമ്പ് ഇന്ത്യയിലെ പഞ്ചാബ് സംസ്ഥാനത്തെ ഒരു കുഗ്രാമമായ കാദിയാനിലാണ് ഈ ജൽസ തുടങ്ങിയത്. അന്ന് ആ ജൽസയിൽ 75 പേരാണ് പങ്കെടുത്തിരുന്നത്. ഇന്ന് ഈ ജൽസകൾ ലോകത്ത് വലിയ ഒരു ഭാഗത്ത് സംഘടിപ്പിച്ചു വരുന്നു. ഇതിൽ വൻ രാഷ്ട്രങ്ങളും ചെറു രാഷ്ട്രങ്ങളും എല്ലാം ഉൾപ്പെടുന്നു. സമ്പന്ന രാഷ്ട്രങ്ങളും ഇതിൽ ഉൾപ്പെടും. അതേപോലെ ദരിദ്ര രാഷ്ട്രങ്ങളും ഉൾപ്പെടും. ലോകത്തുള്ള എല്ലാ ഉപഭൂഖണ്ഡങ്ങളിലും ഈ ജൽസ നടന്നു വരുന്നുണ്ട്. ഈ ജൽസകൾ ലോകത്തിന്റെ കോണുകളിലും നാടായ നാടുകളിലും സംഘടിപ്പിക്കുക തന്നെ വേണ്ടതായിരുന്നു. കാരണം ഇതിനെക്കുറിച്ച് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ഇപ്രകാരമാണ്: ഈ ജൽസയെ ജനങ്ങൾ സാധാരണ സംഘടിപ്പിക്കുന്ന സമ്മേളനമായി കരുതരുത്. ഈ പ്രവൃത്തി എന്നത് സത്യത്തെ സഹായിക്കാനും ഇസ്ലാമിന്റെ വചന പ്രഘോഷണത്തിനു വേണ്ടി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. ഇതിന്റെ ശിലാസ്ഥാപനം അള്ളാഹു തന്റെ കരം കൊണ്ടാണ് വെച്ചത്. അതിനാൽ ലോകത്ത് നാം സംഘടിപ്പിക്കുന്ന ജൽസകൾ ജനങ്ങളുടെ ഒരു ഒരുമിച്ചുകൂടൽ എന്നത് മാത്രമല്ല ലക്ഷ്യമാക്കുന്നത്, ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യതയ്ക്കുള്ള ഒരു സാക്ഷ്യമാണിത്. അഹമ്മദിയ ജമാഅത്ത് സത്യമാണെന്നുള്ളതിലുള്ള തെളിവാണിത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം അതിമഹത്തായ രീതിയിൽ പുലർന്നു എന്നതിനുള്ള തെളിവാണിത്. അള്ളാഹുവിന്റെ പ്രവചനമായ വആഖരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം എന്നത് പ്രോജ്വലമായ രീതിയിൽ പൂർത്തിയായതിനുള്ള തെളിവാണിത്.
खुदा ताला ने ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ सिर्फ अल्फाज नहीं, ഇതിന്റെ ശിലാസ്ഥാപനം आज ये നടത്തിയിരിക്കുന്നത് അള്ളാഹു തന്റെ കരം കൊണ്ടാണെന്നത് नया വെറും വാക്കുകളല്ല. के साथ ഇത് हजरत मसीह मौऊद ഈ वाക്കുകൾ में ഓരോ ദിവസവും ताला की ताईद പിറവികൊള്ളുമ്പോഴും അള്ളാഹു ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സഹായിക്കുന്നുണ്ടെന്നും लोग പിന്തുണക്കുന്നുണ്ടെന്നുമുള്ളതിനുള്ള इस्लाम की കാഴ്ചകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ अगर दिलो സത്യതയ്ക്കുള്ള തെളിവുകൾ ജനങ്ങൾ ചോദിക്കുന്നു. आप अलैहिस्सलाम की सदाकत के लिए കണ്ണിനു മറയില്ലെങ്കിൽ, ये जलसे ഹൃദയത്തിലും മസ്തിഷ്കത്തിലും മൂടൽ വന്നു പോയിട്ടില്ലെങ്കിൽ, हो रहे हैं, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുവരുന്ന ഈ ഒരു ജൽസ തന്നെ ആ മഹാത്മാവിന്റെ സത്യതയ്ക്കുള്ള മതിയായ തെളിവാണ്. कादियान की एक छोटी सी ഇന്നേക്ക് 123 വർഷം മുമ്പ് കാദിയാൻ എന്ന ചെറുഗ്രാമത്തിൽ സമാരംഭം കുറിച്ച ആ ജൽസ ഇന്ന് ലോകത്തിന്റെ इस बरे आजम में भी मुनक़िद हो रहा है, എല്ലാ ഉപഭൂഖണ്ഡങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഉപഭൂഖണ്ഡത്തിലെ बड़े शहर में मुनक़िद ഈ നാട്ടിലെ जो हजारों मील दूर है वहां से। വലിയ പട്ടണത്തിൽ തന്നെയാണ് ഈ ജൽസ നടക്കുന്നത്. तीन और बच्चे इसमें ഈ നാട് കാദിയാനിൽ നിന്നും ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാരും കുട്ടികളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. बड़ी शान के साथ ഈ ജൽസ के उस मुल्क के दारुल हुकूमत में ഏകദേശം ഒരു മാസം മുമ്പ് जिसने एक लंबा വളരെ പ്രൗഢിയോടുകൂടി हुकूमत की ഇന്ത്യയിൽ ഒരു ദീർഘകാലം और ഭരണം നടത്തിയിരുന്ന ആ നാടിന്റെ തലസ്ഥാനത്തും നടക്കുകയുണ്ടായി. हजरत मसीह मौऊद अलैहिस्सलाम पर ആ ഭരണകൂടത്തിന്റെ ചില അധികാരികളും आप പാതിരിമാരും ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരിൽ കള്ളക്കേസുകൾ നൽകുകയുണ്ടായി. के ആ മഹാത്മാവിനെ हुकूमत കോടതി കയറ്റിയിരുന്നു. और എന്നാൽ हत्ता के उस ആ നാട്ടിലെ ഭരണകർത്താക്കളും इस एतराफ നേതാക്കളും की ആ जमात നാട്ടിലെ പാതിരി പോലും दुनिया की ഇന്ന് ഏറ്റുപറയുന്നത് इकट्ठा करने का पैगाम है। അഹമ്മദിയത്തിന്റെ സന്ദേശം मोहब्बत ലോക ജനതയെയും സമൂഹങ്ങളെയും पैगाम है। ഒന്നിപ്പിക്കുവാൻ ഉതകുന്ന സന്ദേശമാണെന്നും को സ്നേഹം, दुनिया में फैलना चाहिए। സൗഹൃദം, സാഹോദര്യം എന്നിവ നൽകുന്ന സന്ദേശമാണെന്നും ഈ സന്ദേശം ലോകത്ത് വ്യാപിപ്പിക്കേണ്ടതാണെന്നും ഏറ്റുപറയുന്നു. उसके अरबाब हुकूमत भी हमारे जैसे ഇതേപോലെ ലോകത്തിലെ വൻ ശക്തിയായി കരുതുന്ന അമേരിക്കയിലെ दूर हैं। ഭരണസ്ഥിര കേന്ദ്രങ്ങളിലെ നേതാക്കളും നമ്മുടെ ജൽസയിൽ വന്നുകൊണ്ടും അവരുടെ സന്ദേശം അയച്ചുകൊണ്ടും ഇപ്രകാരം പറയാൻ നിർബന്ധിതരായിരിക്കുകയാണ്. इस्लाम के हकीकी पैगाम का हमें जमात अहमदिया से पता चला है। बस അതായത് ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം जहां നമുക്ക് अहमदियों के लिए അഹമ്മദിയത്ത് മുഖേനയാണ് ലഭിച്ചത്. तरक्की का बायस बनते हैं, അതിനാൽ ഈ ജൽസകൾ ഒരു ഭാഗത്ത് वहां അഹമ്മദികളുടെ गैरों को भी വൈജ്ഞാനികവും ആത്മീയവുമായ अहमदियों का വർധനവിന് കാരണമാകുന്നതോടൊപ്പം मुतरिफ बनाकर ഇവ ഇതിന് കാരണമായി തീരേണ്ടതാണ്. तो इस्लाम के अल्फाज को അതോടൊപ്പം മറ്റുള്ളവരെ के ഇസ്ലാമിന്റെ पर बुनियाद മഹിമയെ അംഗീകരിപ്പിച്ചുകൊണ്ട് फैलाए कलमा इस्लाम पर ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്കുകളെ ഉജ്ജ്വലമായ രീതിയിൽ बुनियाद है। പൂർത്തീകരിക്കുന്നതുമാണ്. ആ മഹാത്മാ പറയുകയുണ്ടായി, ഇതിന്റെ അടിസ്ഥാന ലക്ഷ്യം സത്യത്തെ സഹായിക്കുക എന്നതും ഇസ്ലാമിന്റെ വചന പ്രഘോഷണവും ഇസ്ലാമിന്റെ നാമത്തെ ഉയർത്തുക എന്നതും ഇസ്ലാം മഹത്തരവും ശ്രേഷ്ഠവുമായ മതമാണെന്ന് ലോകത്ത് സ്ഥാപിച്ചു കാണിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. खूबसूरती का इकरार करते हैं जो हकीकी इस्लाम ഇക്കാലത്ത് कुरान करीम की അന്യർ പോലും അഹമ്മദിയ ജമാഅത്ത് സമർപ്പിക്കുന്ന ഇസ്ലാമിന്റെ മനോഹാരിതയെക്കുറിച്ച് അംഗീകരിക്കുമ്പോൾ ഇതാണ് യഥാർത്ഥ ഇസ്ലാമെന്നും വിശുദ്ധ ഖുർആൻ സമർപ്പിച്ച ഇസ്ലാം ഇതാണെന്നും അവർ ഏറ്റുപറയുമ്പോൾ इन बातों से कई ഒരു അഹമ്മദിക്ക് തന്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകേണ്ടതില്ലേ? अपनी ഈ കാര്യം इल्मी अमली एतकाद ഓർക്കുമ്പോൾ ഒരു അഹമ്മദിയുടെ ഉത്തരവാദിത്തം 10 മടങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഈ ജൽസയിൽ പങ്കെടുത്തുകൊണ്ട് തന്റെ വൈജ്ഞാനികവും പ്രവർത്തനപരവും വിശ്വാസപരവും ആത്മീയപരമായ കഴിവുകളെ 10 മടങ്ങ് വർദ്ധിപ്പിക്കേണ്ടതാണ്. और खुदा तरसी में ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ജൽസയുടെ ഒരു ഉദ്ദേശ്യത്തെക്കുറിച്ച് പറഞ്ഞത് खुदा ताला का खौफ ഇതിൽ പങ്കെടുത്തുകൊണ്ട്
തക്വയുടെയും ദൈവഭക്തിയുടെയും മാതൃകളായി നിങ്ങൾ മാറണം എന്നതാണ്. ഈ ജൽസ നിങ്ങളിൽ ദൈവഭയം ജനിപ്പിക്കുന്നതായി തീരേണ്ടതാണ്. നമ്മുടെ ഹൃദയത്തിലും പരസ്പരം സ്നേഹത്തിലും പരസ്പരം സാഹോദര്യത്തിലും മറ്റുള്ളവർക്ക് മാതൃകളായി നിങ്ങൾ തീരേണ്ടതാണ്. സാഹോദര്യ ബന്ധത്തിൽ ഒരു ഉദാഹരണമായി തീരുക. വിനയവും താഴ്മയും നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക. ദീനി സേവനത്തിനായി തങ്ങളിൽ ഒരാവേശവും താൽപര്യവും ഉണ്ടാക്കുക. അള്ളാഹുവുമായി ഒരു സജീവ ബന്ധം സ്ഥാപിക്കുന്നതിനായി ഈ ജൽസയിൽ പരിശ്രമിക്കുക. ബൈഅത്തിൽ ചെയ്ത പ്രതിജ്ഞകൾ എത്രമാത്രം പാലിച്ചെന്ന് ഈ ദിനങ്ങളിൽ ആത്മപരിശോധന നടത്തുക. അതിൽ ദൈവത്തോടുള്ള കടപ്പാടുകൾ നിറവേറ്റുന്നതോടൊപ്പം സൃഷ്ടികളോടുള്ള കടപ്പാടുകളിലേക്കും കൂടുതൽ ഊന്നൽ നൽകിയിട്ടുണ്ട്. ആ മഹാത്മാവ് പറയുകയുണ്ടായി, സത്യഹൃദയത്തോടുകൂടി മതകൽപ്പനകൾ സ്ഥിരസ വായിക്കാത്തവരുമായി എനിക്ക് ഒരു ബന്ധവുമില്ല. അതിനാൽ ഒരു അഹമ്മദിക്ക് ചെയ്യാനുള്ള വലിയ പ്രവർത്തികളാണിവ. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വലിയ പ്രവർത്തനവുമായാണ് വന്നിരിക്കുന്നത്. ആ മഹാത്മാവിനോട് ചെയ്ത ബൈഅത്തിന്റെ കടമകൾ നിറവേറ്റുന്നവരായി നാം മാറണമെങ്കിൽ, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ പൂർത്തിയാക്കുന്നവരായി തീരണമെങ്കിൽ, ആ മഹാത്മാവ് നമുക്ക് നൽകിയ അധ്യാപനങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് നമ്മുടെ കടമയായി തീരുന്നതാണ്. ഏതൊരു ഉന്നത പ്രതീക്ഷയാണോ ആ മഹാത്മാവി നമ്മിൽ വെച്ച് പുലർത്തിയിരിക്കുന്നത്, ആ പ്രതീക്ഷയനുസരിച്ച് നമുക്ക് ഉയരേണ്ടിയിരിക്കുന്നു. അതിനാൽ നാം അഹമ്മദിയായി തീർന്നത് കൊണ്ട് എല്ലാം നേടിയെടുത്തെന്ന വ്യാമോഹത്തിൽ നാം അകപ്പെടരുത്. അഹമ്മദിയത്തിന് ശേഷം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മോട് വെച്ച് പുലർത്തിയ ആ പ്രതീക്ഷകളെയും അധ്യാപനങ്ങളെയും നാം അന്വേഷിക്കുകയാണ് വേണ്ടത്. ജൽസയുടെ ഈ 3 ദിവസവും ആത്മീയമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതാണ്. അതിനാൽ ഈ ദിനങ്ങളിൽ പ്രത്യേകിച്ച് ഒരാത്മപരിശോധന നടത്തിക്കൊണ്ടും ഇവിടെ നടക്കുന്ന പ്രോഗ്രാമുകളിൽ നിന്ന് ഫലമെടുത്തും നമുക്ക് ഒരു യഥാർത്ഥ അഹമ്മദിയായി തീരാൻ പരിശ്രമിക്കേണ്ട ആവശ്യമാണുള്ളത്. നാം ഒരാത്മപരിശോധന നടത്തുകയാണ് വേണ്ടത്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മിൽ നിന്നും ഏതൊരു ഉന്നത സ്ഥാനമാണോ പ്രതീക്ഷിക്കുന്നത്, അതിലെ ചില കാര്യങ്ങൾ മാത്രം ഞാനിപ്പോൾ ഇവിടെ വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ജൽസയിൽ വരുന്നവരുടെ ഹൃദയത്തിൽ തഖ്വ ഉണ്ടായിത്തീരുക എന്നുള്ളതുമാണ് ഈ ജൽസയുടെ ഒരു ലക്ഷ്യം എന്ന് ആ മഹാത്മാവ് പറഞ്ഞിരുന്നു. എന്താണ് തഖ്വ? ഇത് സംബന്ധമായി ആ മഹാത്മാവ് പറയുന്നു, തഖ്വ എന്നത് നിസ്സാര സംഗതിയല്ല. ഇത് മുഖേന മനുഷ്യന്റെ ആന്തരികമായ ശക്തികളെയും കഴിവുകളെയും കീഴ്പ്പെടുത്തിയിരിക്കുന്ന ശൈത്താനുകളെ നേരിടേണ്ടതാണ്. ഈ എല്ലാ ശക്തികളും തന്നെ നഫ്സെ അമ്മാറയുടെ അവസ്ഥയിൽ മനുഷ്യന്റെ അകത്തുള്ള ശൈത്താനാണ്. നഫ്സെ അമ്മാറ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ തെറ്റിലേക്ക് എപ്പോഴും നയിക്കുന്ന ആത്മാവിന്റെ അവസ്ഥക്കാണ് പറയുക. അള്ളാഹുവിന്റെ കൽപ്പനകളിൽ പിൻപറ്റുന്നതിന് പകരം ശൈത്താൻ ലോകത്ത് വ്യാപിപ്പിച്ചിരിക്കുന്ന ദുഷ്പ്രവർത്തികളിലേക്ക് മനുഷ്യ ശ്രദ്ധ തിരിച്ചുവിടുന്നു, തിന്മകളെ മനോഹരമാക്കി കാണിക്കുന്നു. പറയുന്നു, ഇവയാണ് മനുഷ്യന്റെ ശൈത്താൻ. ഇത് എപ്പോഴും നിങ്ങളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയും മനുഷ്യനെ വഴി തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ കഴിവുകളെ സംസ്കരിക്കുന്നില്ലെങ്കിൽ അവ മനുഷ്യനെ അടിമയാക്കി മാറ്റുന്നതാണ്. പറയുന്നു, അറിവും യുക്തിയും തെറ്റായ നിലയിൽ ഉപയോഗിക്കുമ്പോൾ അത് ശൈത്താനായി തീരുന്നു. ചിലർക്ക് തങ്ങളുടെ അറിവിലും യുക്തിയിലും അഹങ്കാരമുണ്ടാകും. ഈ അഹങ്കാരം അവരെ ശൈത്താനാക്കി മാറ്റുന്നു. ഈ അറിവും യുക്തിയും ശൈത്താനായി തീരുന്നു. മുത്തഖിയായ വ്യക്തി ചെയ്യേണ്ടത് അവയെല്ലാം മനുഷ്യന്റെ മറ്റു ശക്തികളെയും സന്തുലിതമായി നിലനിർത്തുക എന്നുള്ളതാണ്. അള്ളാഹു നൽകിയിരിക്കുന്ന ഈ കഴിവുകളെ ശരിയായി തീർക്കേണ്ടതായിരിക്കും.
ഉചിതമായ സ്ഥലത്ത് നീതിബോധത്തോടെ അത് ഉപയോഗിക്കേണ്ടതായി വരും. ഇത് നടപ്പിലാക്കുന്നതാണ് തഖ്വ. വാഗ്ദത്ത മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നമ്മുടെ ജമാഅത്തിന് പ്രത്യേകമായി വേണ്ടത് തഖ്വയാണ്. കാരണം അള്ളാഹു നിയോഗിച്ചു എന്ന് വാദിക്കുന്ന ഒരു വ്യക്തിയുമായാണ് തങ്ങളെ അവർ ബന്ധപ്പെടുത്തിയത്. അതേപോലെ അദ്ദേഹത്തിന്റെ ബയ്യത്തിൽ അവർ പ്രവേശിച്ചിരിക്കുകയാണ്. ഇവർ മുമ്പ് ഏതെല്ലാം തരത്തിലുള്ള വിദ്വേഷത്തിലും പകയിലും ശിർക്കിലും അകപ്പെട്ടിരുന്നുവെങ്കിലും, അതല്ല ഭൗതികതയിൽ മുഖം കുത്തി വീണവരായിരുന്നെങ്കിലും, അങ്ങനെയുള്ള സർവ്വ വിപത്തുകളിൽ നിന്നും അവർക്ക് മോചനം ലഭിക്കേണ്ടിയിരിക്കുന്നു. ബയ്യത്തിൽ വന്നതിനു ശേഷവും പരിശുദ്ധ മാറ്റം ഉണ്ടായിട്ടില്ലെങ്കിൽ ബയ്യത്ത് ചെയ്തതിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നില്ല. തഖ്വയുടെ വിശദീകരണത്തിൽ നമ്മെ ഉപദേശിച്ചുകൊണ്ട് പറയുന്നു തഖ്വയുടെ മാർഗം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ശരീഅത്തിന്റെ രത്ന ചുരുക്കം എന്ന് പറയാൻ പറ്റുന്നത് തഖ്വ ഒന്ന് മാത്രമാണ്. ശരീഅത്തിന്റെ ചുരുങ്ങിയ വാക്കുകളിൽ വിവരിക്കാൻ പറഞ്ഞാൽ അതിന്റെ കഴമ്പ് തഖ്വയായിരിക്കും. തഖ്വയുടെ പദവികളും സ്ഥാനങ്ങളും വളരെ അധികമാണ്. എന്നാൽ സത്യാന്വേഷിയായിക്കൊണ്ട് പ്രാരംഭ പദവിയെ ആത്മാർത്ഥതയോടുകൂടി തരണം ചെയ്യേണ്ടതാണ്. തുടർന്ന് നേരും നന്മയും കാരണം അവർ ഉന്നത പദവി കരസ്ഥമാക്കുന്നവരായിത്തീരുന്നതാണ്. അള്ളാഹു പറയുന്നു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അള്ളാഹു മുത്തഖീങ്ങളുടെ ദുആ സ്വീകരിക്കുന്നതാണ്. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അള്ളാഹുവിന്റെ വാഗ്ദാനം ലംഘിക്കപ്പെടുകയില്ല. അവൻ പറയുന്നു, ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്. ഇവിടെ ദുആ സ്വീകാര്യതയ്ക്കുള്ള ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു നിബന്ധന തഖ്വ എന്നായിരിക്കെ, അശ്രദ്ധനായ വഴിപിഴച്ച ഒരു വ്യക്തി ദുആ സ്വീകരിക്കപ്പെടണമെന്ന് കരുതിയാൽ അവൻ വിഡ്ഢിയും അജ്ഞനുമല്ലേ. അതിനാൽ നമ്മുടെ ജമാഅത്തിലുള്ളവർ അവരുടെ കഴിവനുസരിച്ച് ഓരോരുത്തരും തഖ്വയുടെ മാർഗം സ്വീകരിക്കേണ്ടതാണ്. അങ്ങനെ ദുആ സ്വീകാര്യതയുടെ ആനന്ദവും അഭിരുചിയും അവർക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. വിശ്വാസവർദ്ധനവിന് കാരണമാവുകയും ചെയ്യുന്നതാണ്. പറയുന്നു, തന്റെ കഴിവുകൾ മനുഷ്യൻ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിനെ സംബന്ധിച്ച് മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്ന ഓരോ ശക്തിയും കഴിവും ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അവൻ വലിയായിത്തീരുന്നതാണ്. പറയുന്നു, ഈ സമുദായത്തിൽ നല്ല കഴിവുള്ളവർ വരുന്നുണ്ടെന്ന കാര്യം ഉറപ്പിച്ചും എനിക്ക് പറയാൻ കഴിയും. അവരിൽ പ്രകാശവും സത്യസന്ധതയും പവിത്രതയും നിറഞ്ഞിരിക്കും. അതുകൊണ്ട് ഈ കഴിവുകളിൽ നിന്നും താൻ അന്യനാണെന്ന ധാരണ ആർക്കും ഉണ്ടാകാൻ പാടില്ല. ഈ അനുഗ്രഹങ്ങളിൽ നിന്നും നമുക്കൊന്നും തന്നെ ലഭിക്കില്ലെന്ന് പറയാൻ അള്ളാഹു വല്ല ലിസ്റ്റും പുറപ്പെടുവിച്ചിട്ടുണ്ടോ? ഇവർക്കേ ലഭിക്കുകയുള്ളൂ, ഇവർക്ക് ലഭിക്കില്ല എന്ന് പറഞ്ഞ് പേര് വിവര പട്ടിക അള്ളാഹു ഇറക്കിയിട്ടുണ്ടോ? അള്ളാഹു വളരെയധികം കാരുണ്യം ചെയ്യുന്നവനാണ്. അവന്റെ കാരുണ്യത്തിന്റെ അതിവിശാലമായ സമുദ്രമാണുള്ളത്. അത് ഒരിക്കലും വറ്റിപ്പോവുകയില്ല. അന്വേഷിക്കുന്നവരും തേടുന്നവരും ഒരിക്കലും ലഭിക്കാതെ പോയിട്ടില്ല. അതിനാൽ നിങ്ങൾ രാത്രികളിൽ എഴുന്നേറ്റുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക, അവന്റെ കൃപയെ ചോദിക്കുക. ഓരോ നമസ്കാരത്തിലും ദുആക്കുള്ള വിവിധ സന്ദർഭങ്ങൾ ലഭിക്കുന്നുണ്ട്. റുക്കൂ, ഖിയാം, ഇരിക്കൽ, സുജൂദ് തുടങ്ങിയവ. ഇതുകൂടാതെ വിവിധ സന്ദർഭങ്ങളിലായി 5 നേരം നമസ്കരിക്കുന്നു. ഫജ്ർ, ളുഹർ, അസർ, മഗ്രിബ്, ഇശ. ഇതിൽ പുരോഗതി കൈവരിച്ചാൽ ഇശ്റാഖ്, തഹജ്ജുദ് എന്നീ നമസ്കാരങ്ങളുണ്ട്. ഇവയെല്ലാം തന്നെ ദുആയുടെ അവസരങ്ങളാണ്. നമസ്കാരത്തിന്റെ പൊരുൾ ദുആയാണ് എന്ന് വിവരിച്ചുകൊണ്ട് പറയുന്നു, നമസ്കാരത്തിന്റെ യഥാർത്ഥ സാരവും ചുരുക്കവും ദുആയാണ്. ദുആ ചെയ്യുക എന്നത് അള്ളാഹുവിന്റെ പ്രകൃതി നിയമത്തിന് പൂർണ്ണമായും യോജിച്ച തരത്തിലുള്ള ഒന്നതാണ്. കുട്ടി കരയുകയും അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് മാതാവ് അസ്വസ്ഥതയായിക്കൊണ്ട് ആ കുട്ടിക്ക് പാൽ നൽകുന്നത്. ദൈവവും സൃഷ്ടിയും തമ്മിൽ ഇതുപോലുള്ള ഒരു ബന്ധമാണുള്ളത്.
അതായത് സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ ഇങ്ങനെയുള്ളൊരു ബന്ധമാണുള്ളത്. അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ കവാടത്തിൽ മനുഷ്യൻ മുട്ടുകുത്തി വീഴുമ്പോൾ വളരെ വിനയത്തോടും ഭക്തിയാദരവോടും കൂടി അവന്റെ സവിധത്തിൽ തന്റെ വേവലാതി ബോധിപ്പിക്കുകയും ചെയ്യുമ്പോൾ, തന്റെ ആവശ്യങ്ങൾ അവനോട് ചോദിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കാരുണ്യം ആവേശം കൊള്ളുകയും അങ്ങനെയുള്ള വ്യക്തിയിൽ കരുണ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ കൃപയുടെയും കാരുണ്യത്തിന്റെയും പാലിന് ഒരു കരച്ചിലിന്റെ ആവശ്യമാണുള്ളത്. കരച്ചിലും വിതുമ്പലും അത് ലഭിക്കാൻ വേണം. അതിനാൽ അവന്റെ മുമ്പിൽ കണ്ണീരൊഴുക്കുന്ന നേത്രങ്ങളാണ് സമർപ്പിക്കേണ്ടത്. കരച്ചിലും തേങ്ങലുകൊണ്ടും ഒന്നും ലഭിക്കില്ല എന്ന് ചിലർ കരുതുന്നു. ഇക്കാലത്ത് ഈശ്വര നിഷേധം യുവാക്കളിലും മറ്റുള്ളവരിലും ഇவ்விധമുള്ള ചിന്തകൾ വളരെ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ആ മഹാത്മാ പറയുന്നു, അള്ളാഹുവിന് മുമ്പിൽ കരഞ്ഞതുകൊണ്ടൊന്നും ഒന്നും ലഭിക്കില്ലെന്ന് ചിലർ കരുതുന്നു. ഇത് തികച്ചും തെറ്റായ ചിന്തയാണ്. അങ്ങനെയുള്ളവർ അള്ളാഹുവിന്റെ അസ്തിത്വത്തെയും ശക്തിപ്രഭാവത്തിന്റെയും കഴിവുകളുടെയും ഗുണങ്ങളിൽ വിശ്വസിക്കാത്തവരുമാണ്. അവരിൽ ശരിയായ വിശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ അവർ അങ്ങനെ പറയാൻ ധൈര്യം കാണിക്കുമായിരുന്നില്ല. അള്ളാഹുവിന് മുമ്പിൽ വല്ലവരും വരികയും സത്യമായ തൗബയോടുകൂടി അവനിലേക്ക് തിരികുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ തൗബ അനിവാര്യമാണ്. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യേണ്ടതാണ്. സത്യമായ തൗബയോടുകൂടി അവനിലേക്ക് തിരികുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവനോട് എപ്പോഴും തന്റെ കൃപ ചൊരിഞ്ഞിട്ടുണ്ട്. ഒരാൾ പറഞ്ഞത് എത്ര ശരി, के आशिक शुद्ध के यार आशिक के शुद्ध के यार बेहालश नजर न कर ए ख्वाजा दर्द नीस वगरना तबीब अस्त के आशिक शुद्ध के यार आशिक कैसा है बेहालश नजर न कर के ए ख्वाजा दर्द नीस वगरना तबीब अस्त. പ്രിയതമൻ തന്റെ പ്രേമിയെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ലെങ്കിൽ ഇതെന്ത് പ്രേമമാണ്? സുഹൃത്തെ, യഥാർത്ഥത്തിൽ വൈദ്യനെ ആകർഷിക്കുന്ന വേദന നിന്റെ അകത്തില്ല എന്നതാണ് സത്യം. ഇവിടെ ചികിത്സിക്കാൻ അള്ളാഹു ഹാജിറാണ്. അള്ളാഹു ആഗ്രഹിക്കുന്നത് വിശുദ്ധ ഹൃദയവുമായി നിങ്ങൾ അവന്റെ പക്കൽ വരിക എന്നതാണ്. അവന് അനുഗുണമാക്കി നമ്മെ മാറ്റണം എന്നതാണ് നിബന്ധന. അള്ളാഹുവിന്റെ സവിധത്തിൽ ഹാജരാകുന്നതിന് വേണ്ടിയുള്ള യഥാർത്ഥ പരിവർത്തനം തങ്ങളിൽ ഉണ്ടാക്കി കാണിക്കുക. ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു, അള്ളാഹുവിൽ അത്ഭുതകരമായ ശക്തിപ്രഭാവങ്ങളുണ്ട്. അനന്തമായ കൃപയും അനുഗ്രഹങ്ങളും അവനോടൊപ്പമുണ്ട്. എന്നാൽ അത് കാണാനും ലഭിക്കാനും സ്നേഹദൃഷ്ടി ഉണ്ടായിരിക്കേണ്ടതാണ്. യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ അള്ളാഹു വളരെ കൂടുതൽ ദുആ കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു, സഹായിക്കുകയും ചെയ്യുന്നു. വിനയത്തിലേക്കും താഴ്മയിലേക്കും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പറയുന്നു, തഖ്വ കരസ്ഥമാക്കുന്നവർക്കുള്ള ഒരു നിബന്ധന അവർ തങ്ങളുടെ ജീവിതം സാധുക്കളും വിനീതരുമായി കഴിച്ചുകൂട്ടേണ്ടതാണ്. ഇത് തഖ്വയുടെ ഒരു ശാഖയാണ്. ഇതുമൂലം നമുക്ക് അന്യായമായ കോപത്തെ നേരിടേണ്ടിയിരിക്കുന്നു. വലിയ വലിയ ദൈവജ്ഞാനികൾക്കും സാത്വികർക്കും അവസാനം വരെ നേരിടേണ്ടി വരുന്ന ഒന്ന് കോപത്തിൽ നിന്നും രക്ഷപ്പെടുക എന്നതായിരുന്നു. അഹങ്കാരവും ഗർവും കോപം മൂലമാണ് ഉണ്ടാകുന്നത്. അതായത് അഹങ്കാരവും ഗർവും കോപം മുഖേനയാണ് ഉണ്ടാകുന്നത്. അതേപോലെ കോപം അഹങ്കാരവും ഗർവും കാരണമായും ഉണ്ടാകുന്നു. അതായത് ചിലപ്പോൾ കോപം അഹങ്കാരം കൊണ്ടുണ്ടാകുന്നു, അഹങ്കാരവും ഗർവും കൊണ്ടും കോപം ഉണ്ടാകുന്നു. പറയുന്നു കോപം ഉണ്ടാകുന്നത് മറ്റുള്ളവരെക്കാളും തനിക്ക് പ്രത്യേക സ്ഥാനം നൽകുമ്പോഴാണ്, തങ്ങളെ വലിയവനായി കരുതുമ്പോഴാണ്. എന്റെ ജമാഅത്തിലുള്ളവർ മറ്റുള്ളവരെ ചെറിയവനോ വലിയവനോ ആയി കരുതുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതല്ലെങ്കിൽ അഹങ്കാരം കാണിക്കുന്നതും എനിക്ക് ഇഷ്ടമില്ല. അതേപോലെ മറ്റുള്ളവരെ പുച്ഛത്തോട് കാണുന്നതും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. വലിയവരാരാണെന്ന് അള്ളാഹുവിനറിയാം, ചെറിയവരാരാണെന്നും അവനറിയാം. പുച്ഛത്തോടെ കാണുക എന്നത് ശരിയല്ല. ഈ പുച്ഛഭാവം വിത്ത് മുളക്കുന്നത് പോലെ മുളച്ച് വലുതായി അവരെ നശിപ്പിക്കാൻ ഇത് കാരണമായേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. വിത്ത് മുളച്ച് വലുതായി വലിയ വൃക്ഷമായി തീർന്ന് വ്യാപിക്കുന്നത് പോലെ ഈ പുച്ഛഭാവം വലുതായി അവനെ നശിപ്പിക്കാൻ
ഇത് കാരണമാകുന്നതാണ്. आया कि बाज आदमी बड़ों को പറയുന്നു, ചിലർ വലിയവരെ കണ്ടാൽ വളരെ ആദരവോടുകൂടി പെരുമാറുന്നു, വലിയകാരെ കണ്ടാൽ വളരെ ആദരവ് കാണിക്കും, വളരെ സൽസ്വഭാവമൊക്കെ പ്രകടമാക്കും. എന്നാൽ വലിയവർ നിസ്സഹായനായ ഒരു വ്യക്തിയുടെ വാക്കുകൾ വളരെ താഴ്മയോടുകൂടി കേൾക്കുന്നവനാണ്, എന്നിട്ട് അവന് ധൈര്യം പകരുന്നവനാണ്, അവന്റെ കാര്യങ്ങളെ ആദരവോടുകൂടി പരിഗണിക്കുന്നവനാണ്. പ്രകോപിപ്പിക്കുന്ന ഒന്നും പറയാതിരിക്കുക, അത് മുഖേന അവർക്ക് വിഷമം നേരിടുന്നതാണ്. അള്ളാഹു പറയുന്നു, വലാ തരാബസൂ ബിൽ അൽഖാബി ബിസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. നിങ്ങൾ മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന പേരുകൾ പറയരുത്. ഇത് ദുർനടപ്പുകാരുടെയും തെമ്മാടികളുടെയും പ്രവൃത്തിയാണ്, ദീനിൽ നിന്നും അകന്നവരുടെ പ്രവൃത്തിയാണിത്. ആരാണ് മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്നത്, അവൻ അങ്ങനെയുള്ള കാര്യത്തിൽ ഉൾപ്പെടുന്നതുവരെ മരിക്കുകയില്ല. നിങ്ങളുടെ സഹോദരങ്ങളെ പുച്ഛത്തോടെ കാണരുത്. ഒരേ ഉറവിടത്തിൽ നിന്നാണ് എല്ലാവരും പാനം ചെയ്യേണ്ടതെന്നിരിക്കെ ആർക്കാണ് കൂടുതൽ വെള്ളം ലഭിക്കുക എന്നത് ആർക്കറിയാം? നാം എല്ലാവരും അള്ളാഹുവിന്റെ ദാസരാണ്. അള്ളാഹുവിന്റെ ഫضലാണ് എല്ലാവർക്കും ലഭിക്കേണ്ടതെന്നിരിക്കെ അള്ളാഹുവിന്റെ ഫضല് ആരിലാണ് കൂടുതൽ വർഷിക്കുക എന്ന് ആർക്കറിയാം? ആദരണീയനും ബഹുമതിക്കർഹനും ഭൗതികമായ കാര്യങ്ങൾ കണ്ട് തീരുമാനിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ സമക്ഷം മുത്തഖിയാണ് വലിയവൻ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. मौके पर जमात को नसीहत करते हुए आपने फरमाया कि अल्लाह ताला किसी की परवाह नहीं करता. ജമാഅത്തിനെ ഉപദേശിച്ചുകൊണ്ട് ഒരവസരത്തിൽ ആ മഹാത്മാവ് പറയുകയുണ്ടായി, അള്ളാഹു സാലിഹീങ്ങളായ ആളുകളെ അല്ലാതെ മറ്റാരെയും വിലവെക്കാറില്ല. പരസ്പരം സാഹോദര്യവും സ്നേഹവും ഉണ്ടാക്കുക, മൃഗീയതയും ഭിന്നതയും ഉപേക്ഷിക്കുക, എല്ലാ തരത്തിലുമുള്ള പരിഹാസത്തിൽ നിന്നും അവഹേളനത്തിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുക. പരിഹാസം മനുഷ്യ മനസ്സിനെ സത്യത്തിൽ നിന്നും അകറ്റിക്കൊണ്ട് എവിടെയോ എത്തിക്കുന്നു. പരസ്പരം ആദരവോടുകൂടി പെരുമാറുക. തങ്ങളുടെ സുഖ സൗകര്യത്തെ നോക്കുന്നതിനേക്കാളും തന്റെ സഹോദരന്റെ സുഖ സൗകര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുക. ഇത് വലിയ കാര്യമാണ്. അള്ളാഹുമായി യഥാർത്ഥ സന്ധി ഉണ്ടാക്കിയെടുക്കുക. അള്ളാഹുവിനോട് സന്ധി എന്ന് പറഞ്ഞാൽ അവന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. അവനോടുള്ള ആരാധനയുടെ തേട്ടം പൂർത്തിയാക്കുകയും സൃഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള കടമകൾ നിറവേറ്റുകയും ചെയ്യുന്നതാണ്. അവന്റെ അനുസരണത്തിലേക്ക് തിരിച്ചു വരിക. അള്ളാഹിന്റെ കോപം മുഖത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ തരം തിന്മകളിൽ നിന്നും പശ്ചാത്തപിച്ച് അവന്റെ സവിധത്തിൽ ഹാജരാകുന്നവരാണ് ഇതിൽ നിന്നും രക്ഷപ്പെടുക. ഓർക്കുക, അള്ളാഹു പറഞ്ഞതനുസരിച്ച് തങ്ങളെ ക്രമപ്പെടുത്തുകയാണെങ്കിൽ, അവന്റെ ദീനിന്റെ സഹായത്തിനായി നിലകൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു എല്ലാത്തരം തടസ്സങ്ങളും നീക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ വിജയികളായിത്തീരുന്നതാണ്. കർഷകൻ നല്ല ചെടികളെ സംരക്ഷിക്കുന്നതിനായി കൃഷിയിടങ്ങളിൽ നിന്നും കളകൾ പറിച്ചു കളയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? തന്റെ കൃഷിയിടത്തെ മനോഹരമാക്കി നിർത്തുന്നതിന് നല്ല വൃക്ഷങ്ങൾ നട്ട് പരിപാലിക്കുകയും ചെയ്യുന്നു. അതിനെ സംരക്ഷിക്കുകയും എല്ലാതരം ആപത്തിൽ നിന്നും അതിനെ തടയുകയും ചെയ്യുന്നു. എന്നാൽ ഫലം നൽകാത്ത വൃക്ഷങ്ങളും ചെടികളും ഉണങ്ങുകയും ചീഞ്ഞു പോകുകയും ചെയ്യുന്നതിനെയും ഉടമസ്ഥൻ ഗൗനിക്കാറില്ല. അതിനെ വല്ല ജീവിയും വന്ന് തിന്നാലും, അതല്ലെങ്കിൽ വിറക് കെട്ടുകാരൻ വന്ന് അതിനെ വെട്ടി കത്തിച്ചു കളഞ്ഞാലും അദ്ദേഹം ഗൗനിക്കാറില്ല. അതേപോലെ നിങ്ങളും ഓർക്കേണ്ടത് ഒരു കാര്യം, നിങ്ങൾ അള്ളാഹുവിന്റെ സവിധത്തിൽ സത്യവാന്മാരായി ഗണിക്കപ്പെടുകയാണെങ്കിൽ ആരുടെ എതിർപ്പും നിങ്ങൾക്കൊരു പ്രയാസം നൽകുകയില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ ശരിയാക്കാതെ അള്ളാഹുമായി അനുസരണത്തിന്റെ ഒരു ശരിയായ ഉടമ്പടി നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഓർക്കുക, അള്ളാഹു ആരെയും ഗൗനിക്കാറില്ല. ആയിരക്കണക്കിന് ആടുമാടുകൾ നിത്യവും അറുക്കപ്പെടുന്നു, എന്നാൽ ആരും അതിന്റെ പേരിൽ അവരോട് കരുണ കാണിക്കാറില്ല. എന്നാൽ ഒരു മനുഷ്യൻ വധിക്കപ്പെട്ടാൽ എത്രമാത്രം അന്വേഷണങ്ങളാണ് നടക്കുന്നത്. മനുഷ്യൻ വധിക്കപ്പെട്ടാൽ നിയമം ചോദിക്കും,
എന്നാൽ മൃഗങ്ങൾ അറുക്കപ്പെടുമ്പോൾ ആരും തന്നെ കരുണ ചെയ്യാറില്ല. അതിനാൽ നിങ്ങൾ തങ്ങളെ മൃഗങ്ങളെ പോലെ ഒന്നിനും കൊള്ളരുതാത്തവരും അശ്രദ്ധരുമാക്കി മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥയും അതായിത്തീരുന്നതാണ്. അതിനാൽ നിങ്ങൾ അള്ളാഹുവിന്റെ പ്രിയരിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക. ഒരുവിധ വിപത്തും ആപത്തും നിങ്ങളുടെ മേൽ കൈവെക്കാൻ ധൈര്യം കാണിക്കുകയില്ല. അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ഭൂമിയിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. പരസ്പരമുള്ള എല്ലാ തരം തർക്കങ്ങളും വിദ്വേഷങ്ങളും ശത്രുതകളും നിങ്ങളുടെ ഇടയിൽ നിന്നും നീക്കിക്കളയുക. ചില്ലറ കാര്യങ്ങളിൽ നിന്നും മുഖം തിരിച്ച് വലുതും മഹത്തരവുമായ പ്രവർത്തനങ്ങളിൽ മുഴുകേണ്ട സമയം ആസന്നമായിരിക്കുകയാണ്. ഇതെന്റെ വസിയത്താണ്. വസിയത്ത് എന്ന നിലയിൽ തന്നെ ഇതിനെ നിങ്ങൾ ഓർമ്മ വെക്കുക. ഒരിക്കലും കാർക്കശ്യത്തോടും കാഠിന്യത്തോടും കൂടി പെരുമാറരുത്. മറിച്ച് ലാളിത്യത്തോടും സൗമ്യതയോടും സാവകാശത്തോടും കൂടി ഓരോരുത്തർക്കും കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. ജമാഅത്തിനെ ധാർമ്മിക സംസ്കരണത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, നമ്മുടെ ജമാഅത്തിലുള്ളവർ ധാർമ്മികമായി പുരോഗതി കൈവരിക്കേണ്ടതാണ്. കാരണം അൽ ഇസ്തിഖാമത്തു ഫൗഖൽ കറാമ എന്നത് പ്രസിദ്ധമാണ്. ആരെങ്കിലും കാർക്കശ്യം കാണിക്കുകയാണെങ്കിൽ കഴിവിന്റെ പരമാവധി അതിനുള്ള മറുപടി ലാളിത്യത്തോടെയും മര്യാദയോടും കൂടി നൽകുക. പ്രതികാര നടപടി എന്ന നിലയ്ക്ക് പോലും കാഠിന്യവും കാർക്കശ്യവും ചെയ്യാനുള്ള അവസരം വരുത്താതിരിക്കുക. മനുഷ്യനിലുള്ള ഒരു ഗുണം ഇതാകുന്നു. ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ ഈ ഒരു നിലവാരം സ്വായത്തമാക്കണമെന്ന് നാം പറയുമ്പോൾ ലോകം ഇതാ ഇഷ്ടപ്പെടുന്നു. എന്നാൽ നമ്മുടെ പ്രവർത്തന രീതിയും ഇത്തരത്തിലുള്ളതായിരിക്കേണ്ടതാണ്. മനുഷ്യനിൽ ആത്മാവുണ്ട്. അതിന് 3 അവസ്ഥകളാണുള്ളത്. അമ്മാറ, ലവ്വാമ, മുത്തമഇന്ന. അമ്മാറയുടെ അവസ്ഥയിൽ വികാരങ്ങളെയും അനവസരത്തിലുള്ള ആവേശത്തെയും മനുഷ്യൻ തടക്കാൻ സാധിക്കുകയില്ല. കണക്കുകൂട്ടിൽ നിന്നെല്ലാം തെറ്റിപ്പോകുന്നു. ധാർമ്മികതയിൽ നിന്നെല്ലാം അവൻ നിലം പതിക്കുന്നു. എന്നാൽ ലവ്വാമ എന്ന അവസ്ഥയിൽ അവൻ തന്നെ നിയന്ത്രിക്കുന്നു. താൻ തെറ്റ് ചെയ്തു പോയെന്നും അവന്റെ ഹൃദയം അവനെ ശാസിച്ചുകൊണ്ടിരിക്കും. പറയുന്നു, സായദി ബുസ്താൻ എന്ന ഗ്രന്ഥത്തിൽ എഴുതിയ ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരാളെ ഒരു പട്ടി കടിച്ചു. വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തെ പട്ടി കടിച്ചതായി കണ്ടു. അവിടെ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്തേ പട്ടിയെ തിരിച്ചു കടിച്ചുകൂടായിരുന്നുവോ? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത്, മോളെ, മനുഷ്യൻ പട്ടിയാകാറില്ല. ഇതേപോലെ ദുഷ്ടന്മാർ ചീത്ത പറയുകയാണെങ്കിൽ വിശ്വാസികൾ അതിൽ നിന്ന് മുഖം തിരുക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ പട്ടിയുടെ സ്വഭാവം ഇവിടെയും പ്രകടമാകുന്നതാണ്. അള്ളാഹുവിന്റെ വരിഷ്ഠദാസരെ വളരെയധികം അപഹസിച്ചിട്ടുണ്ട്. വളരെ മോശമായ രീതിയിൽ അവർ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവരോട് കൽപ്പിക്കപ്പെട്ടത് അയറിൽ അനിൽ ജാഹിലിൻ എന്നതാണ്. പരിപൂർണ മനുഷ്യനായ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും വളരെയധികം പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ അസഭ്യം വിളിക്കുകയും അദ്ദേഹത്തോട് കുത്തുവാക്കുകൾ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിന് മറുപടിയായി സൽസ്വഭാവത്തിന്റെ സമ്പൂർണ്ണ മാതൃകയായ ആ മഹാത്മാവ് എന്താണ് ചെയ്തത്? അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥന ചെയ്തു. എതിരാളികളിൽ നിന്നും മുഖം തിരിക്കുകയാണെങ്കിൽ നിന്റെ അഭിമാനത്തെയും ജീവനെയും സുരക്ഷിതനാക്കി വെക്കുന്നതാണെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരുന്നു. തെരുവിന്റെ മക്കൾക്ക് അദ്ദേഹത്തിന് നഷ്ടം വരുത്താൻ കഴിയില്ലെന്നും പറഞ്ഞിരുന്നു. അവസാനം സംഭവിച്ചത് അത് തന്നെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളികൾക്ക് തിരുനബിയുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാൻ സാധിച്ചില്ല. അവർ സ്വയം നിന്ദ്യരും നികൃഷ്ടരുമായി അവസാനം തിരുപാദങ്ങളിൽ തങ്ങളെ സമർപ്പിക്കുകയാണ് ചെയ്തത്. ചിലർ അദ്ദേഹത്തിന്റെ മുമ്പിൽ നശിപ്പിക്കപ്പെടുകയും ചെയ്തു. ചുരുക്കത്തിൽ ലവ്വാമ എന്ന അവസ്ഥയിലുള്ള ഗുണമാണിത്. ആത്മാവിന്റെ ഈ വടംവലിയുടെ അവസ്ഥയിലും തന്റെ അവസ്ഥ ശരിയാക്കിയെടുക്കുന്നു. നിത്യസംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളുണ്ട്. തമ്മാടികളും ദുർനടപ്പുകാരുമായ വ്യക്തി ചീത്ത വിളിച്ചാലും വല്ല ഉപദ്രവവും ചെയ്താലും അവരിൽ നിന്നും എത്ര കണ്ട് നാം പിൻവാങ്ങുന്നുവോ അത്ര കണ്ട് നാം നമ്മുടെ അഭിമാനം സംരക്ഷിക്കുകയാണ് ചെയ്യുക. എന്നാൽ അവരെ നേരിടുകയും ഏറ്റുമുട്ടുകയും ചെയ്യുന്നതനുസരിച്ച് നാശമടയുകയായിരിക്കും ചെയ്യുക. നിന്ദത ഏറ്റുവാങ്ങുകയായിരിക്കും ചെയ്യുക. നഫ്സെ മുത്തമൈന എന്ന അവസ്ഥയിൽ മനുഷ്യന്റെ കഴിവുകളും ശക്തികളും എല്ലാം നന്മകളായിത്തീരുന്നു. അവർ ഭൗതിക ലോകത്തോടും അള്ളാഹു അല്ലാത്തതിൽ നിന്നും ഒരു പരിത്യാഗം സ്വീകരിക്കുന്നു. അവർ ലോകത്ത് സഞ്ചരിക്കുകയും ലോകരോട് സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും
എന്നാൽ അവർ ഈ ലോകത്തുള്ളവരായിരിക്കില്ല. അവർ ഉള്ള ലോകം മറ്റൊന്നായിരിക്കും. അവിടുത്തെ ആകാശവും ഭൂമിയും എല്ലാം വേറെയായിരിക്കും. ഈ ഒരു പുതിയ ആകാശവും ഭൂമിയും ഉണ്ടാക്കുന്നതിനായാണ് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്ത് വന്നിരിക്കുന്നത്. അതിനാൽ നമ്മിൽ ഓരോരുത്തരും നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നവരാണെങ്കിൽ സ്നേഹത്തിലും സൗഹൃദത്തിലും മുന്നേറുന്നവരായി നാം മാറുന്നതാണ്. അതോടൊപ്പം തബ്ലീഗിനുള്ള മാർഗങ്ങൾ തുറക്കുന്നവരായി നാം മാറുന്നതാണ്. ദുഃഖത്തോടെ പറയേണ്ടി വരുന്നു, ചിലർ നിസ്സാര കാര്യത്തിന്റെ പേരിൽ പരസ്പരം അടിപിടി കൂടുന്നു. ജൽസകളിലും അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ജൽസയുടെ പവിത്രതയെ കളങ്കപ്പെടുത്തുന്നതായിത്തീരുന്നു. ഇവിടെ നിന്നും എനിക്ക് പരാതികൾ വന്നുകൊണ്ടിരുന്നിട്ടുണ്ട്. ജൽസയിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം പാർക്കിങ്ങിന്റെ സ്ഥലത്തെത്തിയപ്പോൾ അടിപിടി നടന്നും പഴയ കാലത്തുള്ള കുടുംബ പ്രശ്നമോ കച്ചവട സംബന്ധമായ പ്രശ്നമോ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ തല്ലും വഴക്കും നടന്നും ജൽസയുടെ പവിത്ര അന്തരീക്ഷത്തിനെ ഇത് തകർക്കുകയുണ്ടായി. ഇവിടെ നിന്ന് പുറത്തിറങ്ങിയ ശേഷം എന്തിനാണ് വന്നിരുന്നതെന്നും എന്താണ് നാം ചെയ്യുന്നതെന്നും എല്ലാം മറന്നുപോയി. അതിനാൽ അന്യരുടെ മുമ്പിൽ മാത്രം ക്ഷമ കാണിക്കാനല്ല ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മോട് ഉപദേശിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് റഹ്മാ ബൈനഹും, പരസ്പരം കാരുണ്യത്തോടെ വർത്തിക്കുക. മുമ്പത്തേക്കാൾ ഉപരി പരസ്പരം കാരുണ്യം പ്രകടിപ്പിക്കേണ്ടതാണ്. മറ്റുള്ളവരെക്കാളും കൂടുതലായി ഇത് ചെയ്യേണ്ടതാണ്. അതിനെക്കുറിച്ചാണ് കൂടുതൽ ഉപദേശിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാം ഓരോരുത്തരും ഒരാത്മപരിശോധന നടത്തേണ്ടതാണ്. ആ മഹാത്മാവിന്റെ ജമാഅത്തിൽ പ്രവേശിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അധ്യാപനമനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നവർക്ക് സുവാർത്ത നൽകിക്കൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വജാഇലുല്ലദീന തബഊക ഫൗഖല്ലദീന കഫറു ഇലാ യൗമിൽ ഖിയാമ. നസ്രയത്തിൽ ജനിച്ച ഇബ്നു മറിയമിനോടാണ് ഈ വാഗ്ദാനം ഉണ്ടായിരുന്നത്, ഹദ്റത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് സുവാർത്ത നൽകുന്നു, യസൂ മസീഹിന്റെ നാമത്തിൽ വന്ന ഇബ്നു മറിയമിനും അല്ലാഹു തആല ഇതേ വാക്കുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് സുവാർത്ത നൽകിയിരിക്കുന്നു. ഒന്ന് ചിന്തിക്കൂ, എന്നോടൊപ്പം ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഈ മഹത്തരമായ വാഗ്ദാനത്തിലും ഉന്നതമായ സുവാർത്തയിലും ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നത് അമ്മാറയുടെ അവസ്ഥയിൽ കഴിയുന്നവരായിരിക്കുമോ? ദുർനടപ്പിലും ആജ്ഞാലംഘനത്തിലും അകപ്പെട്ടവരായിരിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. അള്ളാഹുവിന്റെ ഈ വാഗ്ദാനത്തെ ശരിക്കും ആദരവോടെ കാണുന്നവരും എന്റെ കാര്യങ്ങളെ വെറും കഥകളായി മനസ്സിലാക്കാത്തവരും ഓർക്കുകയും ഹൃദയാത്മന കേൾക്കുകയും ചെയ്യുക. എന്നോടൊപ്പം ബന്ധം സ്ഥാപിച്ചവരോട് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, എന്നോടുള്ള ബന്ധം ഒരു സാധാരണ ബന്ധമല്ല. ആ ബന്ധം അതിശക്തമായ ബന്ധമാണ്. ആ ബന്ധം എന്റെ വ്യക്തിത്വവുമായി മാത്രം ബന്ധപ്പെട്ടതല്ല, തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വവുമായി എന്നെ ബന്ധപ്പെടുത്തിയ ആ അസ്തിത്വത്തിലേക്ക് ഈ ബന്ധം ചെന്നെത്തുന്നു. ആ തിരഞ്ഞെടുത്ത വ്യക്തിത്വം ലോകത്ത് സത്യവും സമത്വവും കൊണ്ടുവരികയുണ്ടായി. ഈ കാര്യങ്ങളുടെ സ്വാധീനം എന്റെ അസ്തിത്വവുമായി മാത്രം ബന്ധപ്പെട്ടതായിരുന്നുവെങ്കിൽ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നില്ല, വിഷമവും ഉണ്ടായിരുന്നില്ല. ഇവരെ വിലവെക്കുകയും ചെയ്യുമായിരുന്നില്ല. എന്നാൽ ഇത് ഇവിടെ മാത്രം അവസാനിക്കുന്നില്ല. ഈ ബന്ധം അള്ളാഹുവിന്റെ പ്രവാചകരിലും അള്ളാഹുവിന്റെ പാവനമായ അസ്തിത്വത്തിൽ വരെ എത്തിച്ചേരുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയിലും നിലയിലും നിങ്ങൾ ശരിക്കും ഓർത്തു വെക്കുക, ഈ സുവാർത്തക്ക് ഭാഗമായി തീരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ ഭാഗമായി തീരണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, ഖിയാമത്ത് നാൾ വരെ എതിരാളികളുടെ മേൽ വിജയം വരിക്കുമെന്ന മഹത്തായ സുവാർത്ത പുലരണമെന്ന് മോഹമുണ്ടെങ്കിൽ, ഈ വിജയം ലഭിക്കാൻ ലവാമയുടെ അവസ്ഥയിൽ നിന്നും വിട്ട് മുത്തുമൈനയുടെ ഉയർന്ന ഗോപുരത്തിൽ നിങ്ങൾ എത്തിച്ചേരാതെ ലഭിക്കുന്നതല്ല. ഇത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ദൈവനിയോഗിതനാണെന്ന് വാദിക്കുന്ന ഒരാളുമായി നിങ്ങൾ തങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുന്നു. അതിനാൽ ആ വ്യക്തിയുടെ വാക്കുകൾ ഹൃദയാത്മന കേൾക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കാൻ സ്വമനസ്സാലെ തയ്യാറാവുക. അംഗീകരിച്ചതിനു ശേഷം നിഷേധത്തിന്റെ അഴുക്കിൽ അകപ്പെട്ടുകൊണ്ട്
സ്ഥായിയായി ശിക്ഷ കരസ്ഥമാക്കുന്നവരിൽ നിങ്ങൾ ഉൾപ്പെടരുത്. വീണ്ടും ആ മഹാത്മാവ് പറയുന്നു, അള്ളാഹുവിനോട് നന്മക്കായി തേടുകയും അതിനായി തങ്ങളുടെ സർവ്വ കഴിവുകളും വിനിയോഗിക്കുന്നതും വിശ്വാസത്തിന്റെ രീതിയാണ്. ഹദീസിൽ വന്നിട്ടുണ്ട്, ദൃഢവിശ്വാസത്തോടുകൂടി ദുആക്കായി ആരാണോ കൈ ഉയർത്തുന്നത് അള്ളാഹു അവരുടെ ദുആ തള്ളിക്കളയുകയില്ല. അതിനാൽ അള്ളാഹുവിനോട് ചോദിക്കുക, ദൃഢജ്ഞാനത്തോടും വിശ്വാസത്തോടും കൂടി തേടുക. സൽസ്വഭാവം പ്രകടമാക്കുക എന്നത് തന്നെയാണ് തന്റെ കറാമത്ത് കാണിക്കൽ എന്നാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. ഞാൻ കറാമത്ത് കാണിക്കുന്നവനാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വല്ലവരും പറയുകയാണെങ്കിൽ ശൈത്താൻ അവനെ വഞ്ചനയിലകപ്പെടുത്തിയിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അമാനുഷിക അടയാളങ്ങൾ കറാമത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അഹംഭാവവും ഗർവുമല്ല. അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ മുഖേന ജനങ്ങൾക്ക് ഇസ്ലാമിന്റെ സത്യതയും മഹത്വം പ്രകടമാക്കുന്നതാണ്. അവർക്ക് ഹിദായത്ത് ലഭിക്കുന്നു. കറാമത്തിൽ അഹങ്കാരവും ഗർവും ഉൾപ്പെടുന്നില്ല. ഇവയെല്ലാം പൈശാചിക ജൽപ്പനങ്ങളാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വസിക്കുന്ന കോടിക്കണക്കിനായ മുസ്ലിങ്ങൾ വാളിന്റെ ഊക്കുകൊണ്ടാണോ നിർബന്ധത്താലാണോ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നത്? അല്ല, ഈ ചിന്ത തെറ്റാണ്. ഇസ്ലാമിന്റെ അമാനുഷിക ശക്തിയാണ് അവരെ ഇതിലേക്ക് വലിച്ചുകൊണ്ടുവന്നത്. അമാനുഷിക ദൃഷ്ടാന്തങ്ങളിൽ കറാമത്തുകളിൽ വിവിധ തരത്തിലായിട്ടുണ്ട്. അതിലൊന്ന് സൽസ്വഭാവത്തിന്റെ കറാമത്താണ്. അത് എല്ലാ മൈതാനത്തും വിജയം പ്രാപിക്കുന്നു. സൽസ്വഭാവം തന്നെ കറാമത്തായിത്തീരുന്നു. ഇവർ മുസ്ലിങ്ങളാകാൻ കാരണം സജ്ജനങ്ങളുടെ കറാമത്തുകൾ കണ്ടുകൊണ്ടാണ്. അതിന്റെ സ്വാധീനമാണ് അവരിലുണ്ടായത്. അവർ ഇസ്ലാമിന്റെ മഹത്വത്തെയാണ് കണ്ടത്. അവർ വാളിനെയല്ല കണ്ടത്. ഗവേഷണ പടുക്കളായ വലിയ വലിയ പാശ്ചാത്യർക്ക് പോലും അംഗീകരിക്കേണ്ടി വന്ന ഒരു കാര്യം ഇസ്ലാമിന്റെ സത്യത്തിന്റെ ശൃംഖല ഒന്ന് തന്നെയാണ് അന്യ സമുദായത്തിലുള്ളവരെ ഇസ്ലാമിലേക്ക് വരാൻ നിർബന്ധിച്ചിട്ടുള്ളത് എന്നാണ്. അതിനാൽ നിങ്ങളുടെ പ്രവർത്തനം ഈ അധ്യാപനം അനുസരിച്ചാണെങ്കിൽ നമ്മുടെ വാക്കും പ്രവൃത്തിയും വിശുദ്ധ ഖുർആൻ അനുഗുണമായി തീർന്നാൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് പോലെ ആയിത്തീരുകയാണെങ്കിൽ ഇത് തബ്ലീഗിനുള്ള ഒരു ഉത്തമ മാർഗമായി തീരുന്നതാണ്. പാകിസ്ഥാനികളുടെയും ഫിജിയിലുള്ളവരുടെയും എണ്ണം വർദ്ധിപ്പിച്ചതുകൊണ്ട് ഇവിടെ അഹമ്മദിയത്ത് വളരില്ല. പ്രാദേശിക ആളുകളിൽ തബ്ലീഗ് ചെയ്യാൻ നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ്. ഇതും ജൽസയുടെ ഒരു ഉദ്ദേശമാണ്. തഖ്വയിലുള്ള പുരോഗതി, ഉന്നത സ്വഭാവ ഗുണത്തിന്റെ പ്രകടനം, അള്ളാഹുമായുള്ള ബന്ധം, ദ്വായിലേക്കും നമസ്കാരത്തിലേക്കുമുള്ള ശ്രദ്ധ, ഇവയാണ് ജമാഅത്തങ്ങൾക്ക് വ്യക്തിപരമായും ജമാഅത്ത് എന്ന നിലയിലും കൂടുതൽ ഫലം നൽകുന്നത്. ജമാഅത്തിന്റെ വിജയത്തിൽ ഈ സ്ഥാനം കരസ്ഥമാക്കാൻ ശ്രമിക്കുന്ന ഓരോരുത്തരെയും ഇത് ഉൾപ്പെടുത്തുന്നതാണ്. ജൽസയുടെ ഈ അന്തരീക്ഷത്തിൽ ഈ ദിനങ്ങളിൽ ഒരു ആത്മപരിശോധന നടത്തുക. ഓരോ അഹമ്മദിയും ഒരു ആത്മപരിശോധന നടത്തേണ്ടതാണ്. നാം എത്രമാത്രം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഈ ഉപദേശങ്ങളും പ്രതീക്ഷകളും അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നോക്കുക. ഓരോ അഹമ്മദിയും ഇതിനായി പരിശ്രമിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജമാഅത്തിന് വേണ്ടി ചെയ്തിരിക്കുന്ന ദുആയുടെ അവകാശികളായി നാം മാറേണ്ടതാണ്. ഈ ദിനങ്ങളിൽ കൂടുതലായി പ്രാർത്ഥിക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി തീരുക. അവൻ നമുക്ക് ജൽസയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം നൽകിക്കൊണ്ട് നമ്മുടെ സംസ്കരണത്തിനുള്ള ഒരവസരം കൂടി അവൻ ഒരുക്കിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഫദ്ലിൽ നിന്നും ഫലമെടുക്കാത്തവരിൽ നാം ഉൾപ്പെടാതിരിക്കട്ടെ എന്ന് ദുആ ചെയ്യുക. അള്ളാഹുവിന്റെ ഫദ്ലിനെ കരസ്ഥമാക്കുന്നവരിൽ നാം ഉൾപ്പെടട്ടെ എന്നും പ്രാർത്ഥിക്കുക. ഈ ദിനങ്ങളെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആയുടെ അവകാശികളായി നാം മാറട്ടെ. നമസ്കാരങ്ങൾക്ക് ശേഷം ഒരു ജനാസ ഗായബ് ഞാൻ നമസ്കരിപ്പിക്കുന്നതാണ്. സാഹിബ്സാദി അബ്ദുർ റഷീദ് ബീഗം സാഹിബയുടേതാണ്. ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെയും സയ്യിദ അമത്തുൽ ഹൈ ബീഗം സാഹിബയുടെയും മകളായിരുന്നു. മിയൻ അബ്ദുറഹീം അഹമ്മദ് സാഹിബ് മർഹൂമിന്റെ ഭാര്യയായിരുന്നു. സെപ്റ്റംബർ 30 മെറിലാൻഡിൽ വഫാത്തായി. വയസ്സ്
95 ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പൗത്രിയും ഞാൻ പറഞ്ഞതുപോലെ ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ മകളും ഖലീഫത്തുൽ മസീഹ് മൂന്നാമന്റെയും ഖലീഫത്തുൽ മസീഹ് നാലാമന്റെയും സഹോദരിയും എന്റെ ഇളമയും ആയിരുന്നു. ഖലീഫത്തുൽ മസീഹ് അവ്വൽ മുതൽ എല്ലാ ഖലീഫമാരുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു. മുമ്പും എന്നോട് നല്ല സ്നേഹബന്ധമായിരുന്നു. ഖലീഫത്തുൽ മസീഹ് റാബി എന്നെ അമീറും നാസിർ അലയുമാക്കിയപ്പോൾ ആ സമയത്ത് സ്നേഹത്തോടൊപ്പം ആദരവും പ്രകടമായിരുന്നു. ഖിലാഫത്തിന് ശേഷം ഈ ബന്ധത്തിൽ അത്ഭുതകരമായ ഒരവസ്ഥയാണ് വന്നത്. എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. മറ്റുള്ളവരുമായി ഇടപഴകുന്ന ആളും സൽസ്വഭാവിയായ ആളുമായിരുന്നു. അവരുടെ പദവി അള്ളാഹു ഉയർത്തട്ടെ. നാസറാത്ത് അഹമ്മദി പെൺകുട്ടികൾ ഒരു രീതിയിൽ ഇവരുമായി കടപ്പെട്ടിരിക്കുന്നു. അഹമ്മദിയ ചരിത്രത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. 1939 അഹമ്മദി പെൺകുട്ടികൾക്കായി നാസറാത്തുൽ അഹമ്മദിയ രൂപീകരിക്കുകയുണ്ടായി. അതിന്റെ ആദ്യ സദർ അല്ലെങ്കിൽ നിഗ്രാൻ മുഹത്തറമ ഉസ്താനി മൈമുന തൂഫിയ സാഹിബിയായിരുന്നു. സെക്രട്ടറി അമത്തുർ റഷീദ് സാഹിബിയായിരുന്നു. ഇങ്ങനെ ഒന്ന് രൂപീകരിക്കണം എന്ന് പറഞ്ഞത് ഇവരായിരുന്നു. അവർ പറയുന്നു, ഞാൻ ദീനിയാത്തിൽ പഠിക്കുകയായിരുന്നപ്പോൾ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനായി ലജ്ന ഇമായില്ല എന്ന സംഘടന ഉള്ളതുപോലെ പെൺകുട്ടികൾക്കും ഒരു സംഘടന വേണ്ടതാണ് എന്ന ചിന്ത എനിക്ക് വന്നു. മലിക് സൈഫുർ റഹ്മാൻ സാഹിബിന്റെ ഭാര്യയോടും മുഹത്തറം ബഷീറുദ്ദീൻ ഉബൈദുള്ള സാഹിബിന്റെ ഭാര്യയോടും അതേപോലെ തന്റെ ക്ലാസ്സിലെ മറ്റു കൂട്ടുകാരികളോടും ഈ ഒരു ആഗ്രഹം ഞാൻ പങ്കിട്ടു. അങ്ങനെ പെൺകുട്ടികളുടെ ഒരു സംഘടന രൂപീകരിക്കുകയും ചെയ്തു. അതിന്റെ പേര് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ അനുവാദത്തോടുകൂടി നാസറത്തുൽ അഹമ്മദി എന്ന് വെക്കുകയുണ്ടായി. ഈ ഒരു സംഘടന യോഗം സംഘടിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ഖലീഫത്തുൽ മസീഹ് സാനി അതിലൂടെ കടന്നുപോയി. ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ യുവ ലജ്ന എന്നോ മറ്റോ എന്ന് ഇവർ പറയുകയുണ്ടായി. അവരുടെ സംഘടനയാണ് എന്ന് പറഞ്ഞു. അവർ അവരുടെ സംഘടന എന്ന് പറഞ്ഞു. ഇവരുടെ ഉസ്താദിന്റെ നിർദ്ദേശത്തോടുകൂടി ഇത് പ്രവർത്തിക്കുകയും ഖലീഫത്തുൽ മസീഹ് സാരി തന്നെ ഇതിന് നാസറാത്തുൽ അഹമ്മദി എന്ന പേര് വെക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ സംഘടന രൂപീകരിച്ചത്. ഇവരെ കുറിച്ച് ഓരോരുത്തരും പറയുന്നത് വളരെ സരള പ്രകൃതമായിരുന്നു എന്നാണ്. പാപങ്ങളെ വളരെയധികം പരിപാലിച്ചിരുന്നു. ഹദീസ് സൽക്കാരം ഇവരുടെ പ്രത്യേക ഗുണമായിരുന്നു. ജൽസ ദിനങ്ങളിൽ തന്റെ വീട് മുഴുവനും അതിഥികൾക്കായി വിട്ടുകൊടുത്തിരുന്നു. ഒരു സ്റ്റോറിൽ കുടുംബം ഒന്നായി കഴിഞ്ഞുകൂടും. ചിലപ്പോൾ സ്റ്റോറും ഉണ്ടാകുമായിരുന്നില്ല. വീട് മുഴുവനും അതിഥികൾക്ക് വിട്ടുകൊടുക്കും. എന്നിട്ട് പുറത്ത് ടെന്റ് കെട്ടി വീട്ടുകാർ പാർക്കുമായിരുന്നു. അതിഥികളെ നല്ലപോലെ സൽക്കരിച്ചിരുന്നു. ഇവരുടെ പ്രകടമായിരുന്ന ഒരു പ്രത്യേക ഗുണമായിരുന്നു ഇത്. ദരിദ്രർക്കും ധനികർക്കും ഒരുപോലെ അതിഥി സൽക്കാരം നൽകിയിരുന്നു. ദരിദ്രരെ വളരെയധികം പരിപാലിച്ചിരുന്നു. ദരിദ്രരുടെ ആവശ്യം എപ്പോഴും പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നു. പ്രസന്ന വധയായിക്കൊണ്ടാണ് എപ്പോഴും അവരെ സമീപിച്ചിരുന്നത്. ഇവർ ഓറ്റി വളർത്തിയ പല കുട്ടികളും പറഞ്ഞത് ഞങ്ങളെ മക്കളെ പോലെ നോക്കിയിരുന്നു എന്നാണ്. നല്ല സ്കൂളിൽ പഠിപ്പിച്ചു, വീട്ടിൽ നല്ല നിലയിൽ വളർത്തി, നല്ല വസ്ത്രം നൽകി, അവരുടെ ഭക്ഷണ കാര്യത്തിലും ശ്രദ്ധിച്ചിരുന്നു. പല യത്തീം പെൺകുട്ടികളുടെയും വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും ദരിദ്രരെ പരിപാലിക്കുന്ന ഇവരെ പോലെയുള്ളവരെ ഞാൻ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. വീട്ടിൽ ഏതെങ്കിലും യത്തീമിന്റെയോ ദരിദ്രരുടെയോ പരിപാലനം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ തന്റെ മക്കളെ പോലെ തന്നെ അവരെ നോക്കുകയുണ്ടായി. അള്ളാഹു ഇവരുടെ പദവി ഉയർത്തട്ടെ, മഗ്ഫിറത്തും റഹമും ചെയ്യട്ടെ. ഇവർക്ക് 3 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമാണുള്ളത്. ഡോക്ടർ മസറുദ്ദീൻ മൻസൂർ ഇവരെല്ലാം അമേരിക്കയിലാണ്. അള്ളാഹു ഈ കുട്ടികൾക്കും തങ്ങളുടെ മാതാവിന്റെയും പിതാവിന്റെയും കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് നന്മ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر